അങ്ങനെ ഒരു അധ്യയന വർഷം കൂടി വന്നെത്തി. ജീവിതത്തിലെ പ്രധാന ഘട്ടമായ പഠനത്തിലേക്കുള്ള കാൽവെപ്പാണ് ഇന്ന് നടക്കുന്നത്. പുതിയ പുതിയ സാഹചര്യങ്ങൾ, പുതിയ പുതിയ ആളുകൾ, പുതിയ ചുറ്റുപാടുകൾ. അവിടെ നിങ്ങളായി തന്നെ നിങ്ങൾ നിന്ന് നന്നായി പഠിക്കുക. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. കൂടെയുള്ള കൂട്ടുകാരനെ ചേർത്ത് നിർത്താനും നല്ല മനുഷ്യനായി വളരാനും സാധിക്കട്ടെ. അപ്പോൾ അടിപൊളി ഒരു ലൈഫ് ആവട്ടെ നിങ്ങളുടേത്. ജൂൺ 1 എനിക്കെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എക്സാമാണ്. പക്ഷേ എക്സാം അങ്ങനെ ഒരു 10-11 മണി കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി പരീക്ഷ എഴുതാൻ. പരീക്ഷയുടെ പേടി അങ്ങോട്ട് ഇല്ല. വന്ന് ആ പേടിയൊക്കെ അങ്ങോട്ട് പോയിരിക്കണു. ഫൈനലി കോളേജിലെത്തി. ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങി എല്ലാവരും എക്സാം എഴുതാനുള്ള ഓട്ടപ്പാശലിൽ അങ്ങനെ നമ്മൾ എക്സാമൊക്കെ എഴുതി പുറത്തിറങ്ങി. സൂപ്പർ എന്നൊക്കെ പറയാം. കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെയൊക്കെയോ എഴുതി. കൊള്ളാം. പിന്നെ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണല്ലോ എല്ലാവരും കാണുന്നത്. ഒരു 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. സോ അതിൻ്റേതായ സന്തോഷങ്ങളുണ്ട്. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയാനുള്ളൊരിത്. അങ്ങനെ നമ്മൾ എന്തൊക്കെയൊക്കെ ഈ സൂര്യ ഹർഷയും കൂടി കാണിക്കുന്നത്. എന്താ ഇത്? ഫിലോസഫിയുടെ എക്സാം ഇങ്ങനെ കഴിഞ്ഞു. ഇനി സൈക്കോളജി എങ്ങനെ ആവുമെന്നോ സ്റ്റാറ്റ് എങ്ങനെ ആവുമെന്നോ ഒരു പിടിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പതിയെ കോളേജിൽ നിന്നൊക്കെ പോകുന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പുതിയ കാര്യം ചെയ്തു തുടങ്ങാം. പുതിയ കാര്യമൊന്നുമല്ല, ഒരു റീസ്റ്റാർട്ട് കൊടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഏതൊരവസ്ഥ വന്നാലും ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പുസ്തകം. പുസ്തകം വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല. പക്ഷേ ഇടക്കാലം കൊണ്ട് ഒരു ചെറിയ തടസ്സം നേരിട്ടു. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ വായിക്കും. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള വായന കിട്ടുന്നില്ല. അങ്ങനെ ഫൈനലി എനിക്കിഷ്ടപ്പെട്ട ബുക്ക് ഞാൻ വീണ്ടും വായിക്കാനെടുത്തു. ഈ ബുക്ക് ആക്ച്വലി ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട് ഒരു പകുതിയോളം. അന്ന് എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഫൈനലി ടി.ഡി. രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ടിക്കോര എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ കണ്ടെത്തി. അപ്പം ഇന്ന് തൊട്ട് ഞാനൊന്ന് വീണ്ടും വായിച്ചു തുടങ്ങാം ആ പുസ്തകം എന്ന് വിചാരിച്ചു. വീണ്ടും ഈ നോവൽ തുടക്കം പോലെ തന്നെ വായിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം ഒന്നുകൂടി. ഇതിന് ശേഷം വേണം കോരപ്പാപ്പന സ്തുതി വായിക്കാൻ. കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും ടി.ഡി. എൻ്റെ ഫേവറേറ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ആൽഫയൊക്കെ വായിക്കണം. അടിപൊളിയാണ്. സോ അപ്പോൾ ബൈ ദ ബൈ ഞാൻ പോകുന്നു.